ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. വെള്ളം നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് ഒരു 30 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 80% വരെ കുക്കാവുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 80% വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കണം. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്കൊരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, കുറച്ച് ക്യാപ്സിക്കം, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.